അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഈ മറുപടി പറഞ്ഞതിനോടനുബന്ധിച്ചൊരു ചോദ്യമുള്ളതേ, ചോദ്യം നല്ലൊരു സംശയമാണ്. നമ്മൾ ഫിദിയ കൊടുക്കുന്നില്ല, ഒരിക്കലും നോമ്പ് കുടിക്കാൻ പറ്റത്തില്ല. പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടും പിന്നെ മരുന്നും കാര്യങ്ങളും കഴിക്കുന്നതുകൊണ്ട് തീരെ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് നമ്മൾ ഈ നോമ്പ് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അഡ്വാൻസായിട്ട് തന്നെ കൊടുക്കണോ? അഡ്വാൻസ് ഉദ്ദേശിക്കുന്ന ഇപ്പം നോമ്പ് ഒരു 10-20 അല്ലേ, ഇപ്പോൾ ഇനിയിപ്പോൾ ഈ സമയത്ത് തന്നെ കൊടുത്ത് 30 ദിവസത്തേക്ക് ഒന്നിച്ച് 30 വീട്ടിൽ കൊടുത്തല്ലേ. ഇപ്പോൾ 30 വീടെന്ന് വെച്ചാൽ സാധുക്കളായ വീട്ടിൽ തന്നെ അർഹതപ്പെട്ട വീട്ടിലെത്തിച്ചാൽ അതുകൊണ്ട് തെറ്റുണ്ടോ? അതിൽ ഉദ്ദേശിക്കുന്നത് അഡ്വാൻസായിട്ടാവാം, പിന്നെ 3-4-5 ദിവസം 6 ദിവസം അഡ്വാൻസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് വിരോധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയമുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഷംസുദ്ദീൻ സാഹിബ് കരുനാഗപ്പള്ളി കൊല്ലം ചോദിച്ചിരിക്കുന്നത്, രോഗമുക്തി പ്രതീക്ഷിക്കാത്ത രോഗി അല്ലെങ്കിൽ അതിവാർദ്ധക്യത്തിലെത്തിയ വ്യക്തി, അദ്ദേഹത്തിന് ഇനി നോമ്പ് നോൽക്കാൻ കഴിയുന്ന പ്രതീക്ഷയല്ല. അപ്പോൾ ഫിദിയ കൊടുക്കുന്നില്ല. ആ ഫിദിയ ഇനി വരാനുള്ള നോമ്പുകളുടെ, ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി നോമ്പ് അവശേഷിക്കുന്നുണ്ടല്ലോ, അതിനൂടെ ഒരുമിച്ച് ഇപ്പോൾ തന്നെ നേരത്തെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാമോ എന്നുള്ളതാണ് ചോദ്യം. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് കൊടുക്കാൻ പറ്റില്ല. നോമ്പിലേക്ക് മാസത്തിലേക്ക് പ്രവേശിച്ചാൽ കൊടുക്കാമെന്നതാണ് പിന്നെ സലഫി പണ്ഡിതന്മാരുടെയൊക്കെ വീക്ഷണം. മദ്ഹബുകളുടെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഷാഫി മദ്ഹബിൽ പിന്നെ ഒരു നോമ്പിൻ്റെ രാത്രി കൊടുക്കാം. അതായത് ഇപ്പം നാളെ പകല്, അതിൻ്റെ പിന്നെ രാത്രി എന്ന് പറയുമ്പോൾ ഇന്ന് സൂര്യൻ അസ്തമിച്ച ആ സമയത്ത് അല്ലെങ്കിൽ ഒരു കൊടുക്കാം. അതിലധികം അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് ഷാഫി മദ്ഹബിലെ അഭിപ്രായത്തിൽ കാണുന്നത്. ഇവിടെ ഈ വിഷയത്തിൽ ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹ് അൽ മുനജ്ജിദ് ഹഫിളഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്വ കാണാം. അതിൽ കാണാം, ഇഖ്തലഫൽ ഉലമാഉ ഫീ ഹുക്മി തഅജീലി ഫിദിയത്തി ഷെയ്ഖിൽ ഫാനി അൽ ആജിസി അനി സൗമി മിൻ അവ്വലി ഷഹ്രി ഔ വസതിഹി ഔ വഇഖ്റാജുഹാ അമ്മാ തബ്ഖാ മിന ഷഹ്രി കുല്ലിഹി. അതായത് നോമ്പ് നോക്കാൻ കഴിവില്ലാത്ത വൃദ്ധന് അദ്ദേഹത്തിൻ്റെ നോമ്പിന് പകരമുള്ള ഫിദിയ കൊടുക്കൽ, അത് മാസത്തിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ മധ്യത്തിൽ ബാക്കി ദിവസങ്ങൾക്ക് കൂടി കണക്കാക്കിയിട്ട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാമോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. കൗലൈനി, അത് രണ്ട് വീക്ഷണങ്ങളാണ്. അൽ ഖൗലുൽ അവൽ, ഒന്നാമത്തത് ജവാസു തഅജീലി മുത്തലഖൻ ഫി അവ്വലി ഷഹ്രിൽ ഫദീലി, റമദാൻ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ കൊടുക്കാം എന്നതാണ്. വലൈസ ഖബ്ലഹു, എന്നാൽ റമദാൻ മാസത്തിന് മുമ്പ് കൊടുക്കാൻ പറ്റില്ല. വഹുവ മദ്ഹബുൽ ഹനഫിയത്തി, ഹനഫികളുടെ വീക്ഷണം അതാണ്. യഖൂലു ഇബ്നു ആബിദീൻ റഹിമഹുല്ലാ, ഇബ്നു ആബിദീൻ റഹിമഹുല്ലാ പറയുന്നു, അതായത് ദുറുൽ മുഖ്താറിൽ അതിൻ്റെ ഹാഷിയ ഇബ്നു ആബിദീൻ, അപ്പോൾ അതിൽ കാണാം ഹനഫി മദ്ഹബിലെ ഫിഖ്ഹ് ഗ്രന്ഥമാണ്. ലിശ്ശൈഖിൽ ഫാനി അൽ ആജിസി അനി സൗമിൽ അൽഫിത്രു വയഫ്ദി വുജൂബൻ. അപ്പോൾ നോമ്പിന് കഴിവില്ലാത്ത വൃദ്ധന് നോമ്പ് എടുക്കാതിരിക്കാം, നിർബന്ധമായിട്ടും അയാൾ ഫിദിയ കൊടുക്കണം. വലൗ ഫി അവ്വലി ഷഹ്രി, അത് നോമ്പിൻ്റെ മാസത്തിൻ്റെ തുടക്കത്തിൽ ആണെങ്കിലും. അതായത് യുഹയ്യറു ബൈന ദഫ്ഇഹാ ഫി അവ്വലിഹി വആഖിരി, തുടക്കത്തിലോ അവസാനത്തിലോ ഒക്കെ കൊടുക്കാം. അത് അയാൾക്ക് ഒപ്റ്റ് ചെയ്യാം. രണ്ടാമത്തത് അൽ ഖൗലു സാനി, രണ്ടാമത്തെ വീക്ഷണം, ലാ യജൂസു തഅജീലു ഫിദിയത്തി യൗമൈനി ഫഅക്സർ, 2 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പാടില്ല. 2 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പിന്നെ മുന്തിക്കാൻ പാടില്ല. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ 2 ദിവസം എന്നാണ് പറഞ്ഞു തോന്നുന്നു, പക്ഷെ 2 ദിവസം ആകാൻ പാടില്ല, ഒരു ദിവസമേ പറ്റുള്ളൂ അഡ്വാൻസ്. യജൂസു തഅജീലു ഫിദിയത്തി യൗമിൻ വാഹിദിൻ ഫഖത്ത്, ഒരൊറ്റ ദിവസം മുന്നേ കൊടുക്കാം. വഹുവ മദ്ഹബു ഷാഫിഇയ്യത്തി, അതാണ് ഷാഫി മദ്ഹബ്. യഖൂലുൽ ഖതീബ് അശ്ശിർബീനി റഹിമഹുല്ലാ, ഷിർബീനി റഹിമഹുല്ലാ പറയുന്നു, വലൈസ ലഹും വലാലിൽ ഹാമിലി വലാലിൽ മുർദിഇ, ഗർഭിണിക്കോ അല്ലെങ്കിൽ മുലകൂട്ടുന്ന സ്ത്രീക്കോ ഒന്നും അനുവദനീയമല്ല തഅജീൽ ഫിദിയത്തി യൗമൈനി ഫഅക്സറ, 2 അതിലധികമോ അഡ്വാൻസ് ചെയ്യാം, മുന്നേ കൊടുക്കുക.
ഒരു ദിവസം മുന്നേ കൊടുക്കാൻ പറ്റും. കമാല യജൂസ് തസ്ജീലു സക്കാത്തിൽ ആമൈൻ, ഇതുപോലെ സക്കാത്ത് 2 വർഷം മുമ്പേ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നതുപോലെ സക്കാത്ത് ഇപ്പം നമുക്കിപ്പോൾ ഈ വർഷത്തെ സക്കാത്ത് ഉദാഹരണത്തിന് കഴിഞ്ഞ ഇപ്പോൾ അടുത്ത വർഷത്തെ സക്കാത്ത് കൊടുക്കുക, അത് അടുത്ത ഷവ്വാൽ മുതൽ അടുത്ത റമദാൻ വരെ ആണ് ആൾ കണക്കാക്കുന്നത് നിൽക്കുക. പക്ഷെ അപ്പോൾ അയാൾക്ക് ഷവ്വാൽ കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 3 മാസം കഴിഞ്ഞിട്ട് അഡ്വാൻസ് ആയിട്ട് സക്കാത്ത് കൊടുക്കാം. അതിൽ ഷാഫി മദ്ഹബിൽ തർക്കമല്ല. അപ്പോൾ സക്കാത്ത് എന്ത് ചെയ്യാം, ആ വർഷത്തിൽ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം. പക്ഷേ 2 വർഷം മുമ്പേ കൊടുക്കാൻ പറ്റില്ല എന്നതുപോലെ ഒരു ദിവസം മുമ്പേ കൊടുക്കാം, 2 ദിവസം മുമ്പേ അതിനധികം അഡ്വാൻസ് ആയിട്ട് മുമ്പായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഇനി ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹ് അൽ മജീദ് അവർ തുടർന്ന് പറയാം, അഖറബുൽ ഖൗലൈനി ഫീ ദാലിക, ഈ 2 അഭിപ്രായങ്ങളിൽ കൂടുതൽ അടുത്ത സ്വഹീഹ് ശരിയോട് അടുത്ത ഒരു അഭിപ്രായം അല്ലെങ്കിൽ ശരിയായ അഭിപ്രായം ഹുവ അൽ ഖൗലുൽ അവ്വൽ, ഒന്നാമത്തെ വിഷമം, അതായത് നോമ്പ് തുടങ്ങിയ തന്നെ കൊടുക്കാം എന്ന്. അല്ലദീ യുജീസു ഇഖ്റാജുൽ ഫിദിയത്തി മിൻ അവ്വൽ ഷഹ്ർ റമളാൻ, നോമ്പ് മാസത്തിൻ്റെ റമളാൻ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഫിദിയ കൊടുക്കാവുന്നതാണ് എന്നുള്ള വിഷയം. ഫൽ ഫിദിയത്തു ബദലുൻ മുഖഫഫൻ യജിബു അലൽ കബീർ വൽ മരീദുൽ മുസ്മിനി വൽ മുനാസിബു ഫിൽ ബദലി ഹുവ തഖ്ഫീഫു വത്തയ്സീർ വലൈസ തഖീദ് വതശ്ദീദ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നോമ്പിന് പകരം ഒരു റുഖ്സ, ഒരു ഇളവ് എന്നുള്ളവർക്ക് ലഘുവാക്കി കൊടുക്കുന്നതാണ് ഫിദിയ. നോമ്പ് നോക്കാൻ പറ്റാത്തവർക്ക് ഒരു ഇളവ് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഇളവ് കൊടുക്കുമ്പോൾ അതിൻ്റെ വിഷയം എളുപ്പമാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അവിടെ പിന്നെ നിബന്ധനകൾക്ക് കാർക്കശ്യം, കാഠിന്യം അത് യോജിച്ചതല്ല എന്നുള്ളതാണ്. യഖൂലു ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നു, വഹാദിഹിൽ കഫാറത്ത് യജൂസു ദഫ്ഉഹാ ലിവാഹിദിൻ ഔ അക്സറ ഫി അവ്വലി ഷഹ്രി ഔ വസത്തിഹി. ഈ കഫാറത്ത്, ഈ ഫിദിയ എന്ന് പറയുന്നത് അത് ഒരാൾക്കോ ഒന്നിലധികം ആളുകൾക്കോ കൊടുക്കാം. അത് മാസത്തിൻ്റെ തുടക്കത്തിലോ മധ്യത്തിലോ അല്ലെങ്കിൽ ഔ ആഖിരി അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിലോ ആവാം. മജ്മൂ ഫത്താവ ഇബ്നു ബാസ്. അതേപോലെ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഒക്കെ പറഞ്ഞായിട്ടും കാണാം. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും.